വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖാണെന്ന് കരുതുന്നു, എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു വാൻചോ കേക്കിന്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അപ്പൊ വാൻചോ കേക്ക് എന്ന് പറയുമ്പോൾ രണ്ട് കേക്ക് ഉണ്ട്, ഒരു വാനിലയും അതുപോലെ തന്നെ ഒരു ചോക്ലേറ്റിന്റെ സ്പഞ്ചും. അപ്പൊ ഈ ഒരു രണ്ട് പാറ്റേൺ കൂടെ നമുക്ക് ഒറ്റ പാറ്റേണിൽ നിന്ന് എങ്ങനെ രണ്ട് കേക്കും കൂടെ ഉണ്ടാക്കാന്നുള്ളത് നോക്കാം. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലോട്ട് കടക്കാം. അപ്പോൾ കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1.25 കപ്പ് മൈദ ഇട്ട് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു 3 പ്രാവശ്യം അരിച്ചെടുത്താൽ മതി. അല്ലെങ്കിൽ ഇങ്ങനെ ബൗൾ വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ഞാൻ ഒരു ബൗളിൽ 4 മുട്ടയാണ് കേട്ടോ പൊട്ടിച്ചൊഴിച്ചിട്ടുള്ളത്. ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്ക് എന്നിട്ട് ബീറ്റർ ഒന്ന് ഓൺ ചെയ്ത് തുടങ്ങാം. ഇനി മുട്ട ബീറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ നമുക്ക് വാനില എസൻസും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ മുട്ട നന്നായിട്ടൊന്ന് കുറച്ച് ബീറ്റ് ആയതിന് ശേഷം നമുക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് മുട്ടയൊക്കെ പതഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്പീഡ് ഒന്ന് ലോ ആക്കിയതിൻ്റെ ശേഷം ഇതിലേക്ക് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കണേ. അതൊന്ന് മിക്സ് ആയതിന് ശേഷം നമുക്ക് ബീറ്റർ ഓഫ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കട്ട് ആൻഡ് ഫോൾഡിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു സ്പാച്ചില യൂസ് ചെയ്തിട്ട് ഇത് നന്നായിട്ട് തന്നെ എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മളത് വാൻചോ കേക്ക് ആണല്ലോ. അപ്പോൾ നമ്മൾക്ക് ഇതിൽ കുറച്ച് കൊക്കോ പൗഡർ ഒരു ബാറ്റർ മാറ്റി വെക്കാനുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ 2 8 ഇഞ്ചിൻ്റെ പാനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആദ്യം കുറച്ച് നമ്മളെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ലെയറിനുള്ള ബാറ്റർ. നമ്മൾക്ക് 2 ലെയർ വൈറ്റും അതുപോലെ ഒരു ലെയർ ബ്ലാക്ക് ആണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു ബ്ലാക്കിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ബാക്കി ഇനി ഒരൊറ്റ ബാറ്റർ ഒരു കേക്ക് ബാറ്ററിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഒന്ന് അരിച്ചിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഇതൊന്ന് നല്ല ഒരു തിക്ക് ബാറ്റർ ആയിരിക്കും. അപ്പോൾ അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ പാലും കൂടെ ചെറിയ ചൂടുള്ള പാലും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോഴേ നമ്മളെ ബാറ്ററിന് കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിനി ഈ ഒരു മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ കണ്ടല്ലോ, കറക്റ്റ് ഒരൊറ്റ ലെയറിനുള്ള ഒരു ബാറ്റർ തന്നെ ഇതിലുണ്ടാവുള്ളൂ. ഇനി നമ്മളൊരു സ്ക്യൂർ ഉപയോഗിച്ചിട്ട് ഇതിൽ എയർ ബബിൾസ് ഒക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ട് ഒന്ന് വരച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ടാപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിപ്പോൾ ഓവനിലാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഓവനിൽ ഈ ഒരു 2 പാത്രം ഒരുമിച്ചിട്ട് കയറും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എല്ലാ സ്റ്റൗ ടോപ്പിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം നമ്മളുടെ ചോക്ലേറ്റ് കേക്ക് ഒന്ന് പെട്ടെന്ന് ബേക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് വാനില ചെയ്യാതെ മതി കേട്ടോ. അപ്പോൾ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് നമുക്ക് 25 മിനിറ്റ് മതി കേട്ടോ. അത് നമ്മുടെ വാനില കേക്ക് ബേക്കായി കിട്ടാനായിട്ട് 25 മിനിറ്റ് വേണം. അപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ചോക്ലേറ്റ് കേക്ക് പുറത്തെടുക്കാൻ പറ്റും. കാരണം അത് ഒരു ലെയറല്ലേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ ബേക്കായി കിട്ടും. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ചോക്ലേറ്റ് കേക്ക് പുറത്തെടുക്കാം. അതിനുശേഷം വാനിലയും എടുക്കാം. അപ്പോൾ ഇതാ എൻ്റെ കേക്ക് ഇവിടെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങളുടെ കയ്യിൽ 8 ഇഞ്ചിൻ്റെ ഒരു മോൾഡ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചോക്ലേറ്റ് കേക്ക് ഒന്ന് ബേക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് അതിന് ചൂടാറാനൊന്നും കാത്തിക്കേണ്ട. പെട്ടെന്ന് തന്നെ അതിൻ്റെ ബട്ടർ പേപ്പർ റിമൂവ് ആക്കിയതിൻ്റെ ശേഷം വേറെ ബട്ടർ പേപ്പർ വിരിച്ചിട്ട് നമ്മളെ വാനിലേൻ്റെ ബാറ്ററും കൂടി ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് അത് ബേക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇനി ഐസിങ് ചെയ്യാനായിട്ട് ഞാനിതാ വാനില കേക്ക് ഇവിടെ 2 ലെയറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കണ്ടല്ലോ, നമുക്ക് ഒരു ലെയർ ആക്കാൻ തന്നെ നമ്മൾ ചോക്ലേറ്റ് കേക്ക് ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഐസിങ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ ഒരു ടേൺ ടേബിളിൽ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഫസ്റ്റ് ലെയർ നമുക്ക് നമ്മൾ വാനില സ്പഞ്ച് വെച്ച് കൊടുക്കാം. അത് നന്നായിട്ട് തന്നെ ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഫസ്റ്റ് ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി അത് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം.
ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ട് കേട്ടോ, അതാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടെ ഒന്ന് ചെറിയ കടിക്കാനൊക്കെ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് മാത്രം ചേർത്താൽ മതി, ആ ഗനാഷ് ചേർക്കണമെന്നില്ല. ഇനി നമ്മൾ നെക്സ്റ്റ് ലെയറായിട്ട് നമ്മൾ ചോക്ലേറ്റ് കേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചോക്ലേറ്റ് കേക്ക് നമ്മൾ കട്ട് ചെയ്യാതൊക്കെയല്ലേ വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഒന്ന് ഷുഗർ സിറപ്പ് ആവാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ഫോർക്ക് വെച്ചിട്ട് കേക്കിൻ്റെ എല്ലാ ഭാഗത്തൊന്ന് കുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തന്നെ നമുക്ക് ഷുഗർ സിറപ്പ് വെച്ചിട്ട് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ വൈറ്റ് ചോക്ലേറ്റിൽ കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് ആക്കിയിട്ടുള്ള ക്രീമാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് കുറച്ച് ചോക്ലേറ്റ് ഗനാഷും കൂടെ അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ കുറച്ച് ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. ഇനി നമ്മൾ തേർഡ് ലെയർ നമ്മൾ വാനില വെച്ചിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തു. എന്നിട്ട് പിന്നെ കേക്ക് ഫുള്ളായിട്ട് തന്നെ കവർ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഫസ്റ്റ് കോട്ട് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം വേണമെങ്കിൽ സെക്കൻഡ് കോട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഫിനിഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മൾ കേക്ക് ഫിനിഷിംഗ് വർക്കൊക്കെ കഴിഞ്ഞിട്ട് 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതിൻ്റെ മുകളിലായിട്ട് കണ്ടോ ഞാൻ ഈ ഗനാഷ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ 1 കപ്പ് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും അതിൻ്റെ കൂടെ ഒരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീമും അതിലേക്ക് 1 ടീസ്പൂൺ ബട്ടറും കൂടി ചേർത്തിട്ട് ഒന്ന് ഡബിൾ ബോയിൽ മെത്തേഡിൽ മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ബട്ടറും കൂടി ചേർക്കുമ്പോൾ നമ്മളെ ഈ ഒരു ഗനാഷിന് നല്ലൊരു ഗ്ലൈസും കൂടെ കിട്ടും കേട്ടോ. എന്നിട്ട് നമുക്ക് കേക്കിൻ്റെ മുകളിൽ നല്ല തണുത്തിരിക്കുന്ന കേക്കിൻ്റെ മുകളിൽ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഗനാഷ് ഒട്ടും ചൂടൊന്നും പാടില്ല. അപ്പോൾ താഴെ ഇതുപോലെ ഒരു പ്ലേറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇതുപോലെ ബാക്കി ഒലിച്ചിറങ്ങുന്ന ക്രീം അതിലേക്ക് പോയിക്കോളും. ഇനി ഞാൻ ഡെക്കറേഷൻ ചെയ്യാനായിട്ട് വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത അതേ ഒരു മെത്തേഡിൽ തന്നെ ഡാർക്ക് ചോക്ലേറ്റും മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് പ്രത്യേകിച്ച് അളവ് എന്ന് പറയാനൊന്നുമില്ല, കുറച്ച് നമുക്കധികം വേണ്ട ഡെക്കറേഷന് വേണ്ടിയിട്ടല്ലേ. അപ്പോൾ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റും അതിലേക്ക് 1 ടേബിൾ സ്പൂണൊക്കെ മതിയാവും നമ്മളെ വിപ്പിംഗ് ക്രീം അതും കൂടി ചേർത്തിട്ടൊന്ന് ഇതേപോലെ സെയിം ഡബിൾ ബോയിൽ മെത്തേഡിൽ ചെയ്തെടുത്തിട്ട് ഒരു പൈപ്പിംഗ് കവറിലാക്കിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വാൻചോയുടെ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവുമല്ലോ. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഒരു സൈഡിൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇങ്ങനെ ഫുള്ളായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ലൈൻസ് ഇട്ട് കൊടുത്തു. എന്നിട്ട് ജസ്റ്റ് ഒരു സ്ക്യൂവർ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വരച്ചെടുക്കണം കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഡെക്കറേഷനൊക്കെ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇവിടെ ഈ സൈഡിലൊക്കെ വന്നിട്ടുള്ള ക്രീം ഒന്ന് ബോർഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. എന്നിട്ട് ഫ്രിഡ്ജിലേക്ക് തന്നെ മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വാൻചോ കേക്ക്. അപ്പോൾ ഈസി ആയിട്ട് ഞാനിതിൻ്റെ മുകളിൽ ഒരു ചോക്ലേറ്റ് ഡെക്കറേഷനും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു എലഗൻറ്റ് ലുക്ക് കിട്ടും നമ്മളെ കേക്കിന്. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടല്ലോ. റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ എന്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതൊക്കെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനിൽ വേണ്ട ക്ലിക്ക് ചെയ്യാനായിട്ട്. അപ്പോഴാണ് ഞാൻ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. മറ്റൊരു നല്ല റെസിപ്പിയുമായി കാണുന്നതിനേക്കും ബൈ ബൈ.